സുചേട്ടാ നമസ്കാരം. നമസ്കാരം. 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നത് മുതൽ ഇവിടെയുള്ള RSSകാർ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെയുള്ള സംഘപരിവാറുകാർ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ പങ്ക്? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിങ്ങൾ ജയിലിലൊന്നും കിടക്കണ്ട, മറിച്ച് ചൂരൽ വടി കൊണ്ട് അടികൊണ്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെങ്കിലും നിങ്ങളുടെ ഒരു ടീമിൽ നിന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? ഒരു RSSകാരനെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെയുള്ള സുഡാപ്പികൾ അതിഭീകരമായിട്ട് ഉയർത്തുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു കൾച്ചർ നമുക്കറിയാലോ. ഇവിടെ യുവമാര് ഈ ഹിറ്റ്ലറുടെ ഒരു തന്ത്രമുണ്ട്, ഗീബൽസിയൻ സിദ്ധാന്തം എന്ന് പറയും. ഈ സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും എല്ലാം ഒരു സൈഡിൽ RSSനെ എതിർക്കാൻ, RSSകാർ ഇപ്പുറത്തെ ഒരു സൈഡിൽ, ഈ മൂന്ന് ടീമും കൂടെ ഒരുമിച്ച് നിന്ന് വിത്ത് മാപ്രകൾ ഒരു കള്ളം തന്നെ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. RSSകാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഒരു കള്ളം ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നറേറ്റീവ് രൂപപ്പെടുക. അതാണ് ഗീബൽസിയൻ സിദ്ധാന്തം. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള RSSകാർക്ക് ഉള്ളിൽ തന്നെ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഒരു അപകർഷതാബോധം അവർക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലേ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയാത്തതിന്റെ പ്രധാനപ്പെട്ട വേറൊരു കാരണമുണ്ട്. അതായത് ഈ 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോ ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ എല്ലാം തഴഞ്ഞ്, നമുക്കറിയാം അംബേദ്കറെയും ജവഹർലാൽ നെഹ്റു അംബേദ്കറോട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അംബേദ്കറെ തകർക്കാനായിട്ട് ജവഹർലാൽ നെഹ്റു ചെയ്ത് എന്താണെന്നും സർദാർ വല്ലഭായ് പട്ടേലിനെ തകർക്കാൻ നെഹ്റു എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ അറിയാം. അപ്പൊ ഈ പുസ്തകത്തിലും കാര്യങ്ങളിലുമെല്ലാം ഇവരുടെ ആൾക്കാർ, ജവഹർലാൽ നെഹ്റു, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, എല്ലാവരെയും തിരികെ കയറ്റുകയും ഇവരുടെ ചരിത്രം മാത്രം പഠിപ്പിക്കുകയും ഈ മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കുകയും എന്ന് മാത്രമല്ല, നമ്മളുടെ ധീരദേശാഭിമാനികളായിട്ടുള്ള VD സവർക്കർ അടക്കമുള്ള, ഈ സവർക്കറെയൊക്കെ പ്രശംസിച്ച് ഇന്ദിരാഗാന്ധിയാണ് സ്റ്റാമ്പ് ഇറക്കിയിട്ടുള്ളത്, ഇന്ദിരാഗാന്ധിയാണ് കത്തെഴുതിയിട്ടുള്ളത്, അതൊന്നും പഠിപ്പിക്കാതെ ഈ സവർക്കർ എന്ന് പറയുന്ന ആള് എന്താണ്, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത ആളാണ്, ഷൂ നക്കിയ ആളാണ് എന്നുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരികയും ഇതിങ്ങനെ കൂട്ടത്തോടെ ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തോടെ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഗീബൽസ്യൻ സിദ്ധാന്തം ഇവിടെ വർക്കൗട്ട് ആവുകയും ചെയ്യും. എന്നാൽ ഇവിടുത്തെ സുഡാപ്പികളുടെ കേസ് നോക്കൂ. ഈ സുഡാപ്പികളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ സുഡാപ്പികൾ എപ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തുടങ്ങിയത്? ഇവര് ആക്ച്വലി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഈ ബ്രിട്ടീഷുകാർക്ക് എതിരെ അവർ സമരം ചെയ്തിട്ടുണ്ട്. ഈ മാപ്പിള ലഹള എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ടുണ്ട്. ഈ സമരം ചെയ്തത് എന്തിനാണ്? ആക്ച്വലി ബ്രിട്ടീഷുകാര് ഇവരുടെ ഖലീഫയായിട്ടുള്ള മറ്റേ തുർക്കിയിലെ ഖലീഫ ബ്രിട്ടീഷുകാരൊന്ന് ചൊറിഞ്ഞപ്പോഴാണ് ഉമാര് ഞങ്ങളുടെ ഖലീഫയെ ചൊറിയോ എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ സമരം ചെയ്യും എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിന് ഇറങ്ങിയതാ. അല്ലാതെ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിയതല്ല ഉമാരൊന്നും ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിയിട്ടേ ഇല്ല. അങ്ങനെ ഇറങ്ങിയപ്പോ മഹാത്മാഗാന്ധി പറഞ്ഞു, നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ എന്തായാലും സമരം ചെയ്യുന്നു, ഞങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് കുടിക്കുക, നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ടീമുകളാണ് ഇവിടെ കിടന്ന് പൊളയ്ക്കുന്നത് എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഇപ്പോ രണ്ടാമത്തെ കാര്യം, ഈ RSS എന്ന് പറഞ്ഞ സംഘടന തുടങ്ങി. RSS ആക്ച്വലി ഇവിടെയുള്ള RSSകാർക്ക് പോലും അറിയില്ല RSS എന്തിനാണ് തുടങ്ങിയത്. അത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തുടങ്ങിയതല്ല. RSS തുടങ്ങും മുമ്പ് ഈ RSSന്റെ തലപ്പത്തിരുന്ന ഈ ഹെഡ്ഗേവാറും ഗുരുജിയൊക്കെ ആരായിരുന്നു? ഹെഡ്ഗേവാർ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്തിട്ടുള്ള ആളാണ് എന്നുള്ള മിനിമം ബോധ്യം പോലും എന്താണ് ഇവിടെയുള്ള പല ആൾക്കാർക്കും ഇല്ല എന്നുള്ളതാണ്. മനോരമ ഇയർ ബുക്ക് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പേ ആ ഇയർ ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ മനോരമയാണ് ഇന്നലെ ചർച്ച നടത്തിയത് ഹെഡ്ഗേവാറിന്റെ പങ്ക് എന്താണെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഇയർ ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരു ധീര ദേശാഭിമാനിയായിരുന്നു, ജയിലിൽ കിടന്ന ഒരു ധീര ദേശാഭിമാനിയാണ് ഹെഡ്ഗേവാർ എന്ന് 2014 മുമ്പ് എഴുതിയിട്ടുണ്ട്. യുവമാര് 2014 മുമ്പ് നരേന്ദ്രമോദി വരുമ്പോൾ യുവമാര് കൊടുക്കുന്നത് ഗോദ്രയിൽ നടന്നത് കലാപമാണ്, മതമൗലികവാദികളാണ് അത് കത്തിച്ചത്. 2014 ശേഷം യുവമാര് പറയുന്നത് അല്ലല്ല, ഗോദ്രയിൽ RSSകാരി തന്നെ തീ വെച്ചതാണ്. കുംഭമേള യുവമാര് പുകഴ്ത്തി എഴുതും. ഇപ്പൊ യുവമാര് കുംഭമേളയെ പറ്റി എഴുതുന്നത് എന്താ? ചൊറി വരുമെന്ന് അതിൽ കുളിച്ചാൽ. അപ്പൊ യുവമാരുടെ ഒരു ഇത് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഇത് ചർച്ചയാവാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസനത്തിന് നഗരസഭ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് പേരിടുന്നത് ഹെഡ്ഗേവാറിന്റെ പേരാണ്. ഈ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള കുറെ കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും ഒരുമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട്. അത് നമുക്കറിയാലോ, ഇവിടെ 19 MP-മാരുണ്ട്. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP-യിൽ ഫോക്കസ് ചെയ്താണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി 19 വാഴകളെ കുറിച്ച് ഇവന്മാർ അറിയണ്ട, എന്താണ് അവർ ചെയ്യുന്നത്, വല്ലതും തരുന്നുണ്ടോ ഇല്ലയോ. സുരേഷ് ഗോപി നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും മാത്രമേ ഇവർക്ക് അറിയേണ്ടതുള്ളൂ. ഇവിടെ ഇത്രയധികം കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഉണ്ട്. ഇവർക്ക് അറിയേണ്ടത് പാലക്കാട് എന്താണ് സംഭവിക്കുന്നത്. കാരണം BJP ഇങ്ങോട്ട് അകത്തേക്ക് വരാൻ പാടില്ല, അതാണ് ഞങ്ങൾ തടുക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇവരുടെ എല്ലാ സമ്പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം BJP-യിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന RSSന്റെ സ്ഥാപക നേതാവ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലേ എന്നുള്ള ചോദ്യം ഒരു സംഘപരിവാറുകാരനോട് ചോദിച്ചാൽ ബബ്ബ അടിക്കും. എന്താണ് ഉത്തരം? ആദ്യത്തെ ചോദ്യം, ഈ സംഘപരിവാറുകാർ നിരന്തരം കേൾക്കുന്നതും അവർ മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങുന്നതുമായ ഒരു ചോദ്യമാണ്.
RSS അതെ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളൂ. അതിനപ്പോ അവർ പറയുന്ന മറുപടി RSS സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രൂപപ്പെട്ടിട്ടുള്ള സംഘടനയല്ല എന്ന്. എന്നാൽ RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ അനേകം പ്രവർത്തകർ സ്വയം സേവകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ആ ചരിത്രം നമ്മൾ പഠിക്കണം. അത് പഠിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ ഇന്ത്യ ചരിത്രത്തിൽ നെഹ്റുവും ഗാന്ധിയും മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നൊരു ഫോക്കസിലാണ് ചരിത്രങ്ങൾ പറയുന്നത്, പാടിപ്പോഴ്ത്തുന്നത്. സിമ്പിളായിട്ട് ചോദിച്ചാൽ കേരളത്തിൽ എന്തിനാണ് ഈ സർസിപിയുടെ മൂക്ക് ചെത്തിയത്? എന്തിനായിരുന്നു? അമ്പലപ്പുഴക്കാരൻ മണിസ്വാമി ഉം. ആയിരുന്നു മൂക്ക് ചെത്തിയത്. എന്തിനായിരുന്നു ആ മൂക്ക് ചെത്തിയത്? എന്നാ പിന്നെ നെഹ്റുവിനെ അങ്ങ് പിടിച്ചു കെട്ടിയിട്ട് സ്വാതന്ത്ര്യം മേടിച്ചാൽ പോരായിരുന്നു. ഈ ഉം. തിരുവനന്തപുരത്ത് നടന്ന സംഭവമല്ലേ ഇത്? അതവിടെ നിൽക്കട്ടെ. ഇനി RSSകാര് എന്തിനാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പങ്കെടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ അതിന് രേഖകളും ഉണ്ട്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. എന്തായാലും ഹെഡ്ഗേവാറിൽ നമുക്ക് രണ്ടാമത് പറയാം. അത് കഴിഞ്ഞ ഉം. ദിവസങ്ങളിലൊക്കെ എല്ലാവരും ചർച്ച ചെയ്തത്. RSSകാരിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ, RSS എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് 1925-ലാണ്. അപ്പോ 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന ഭൂപടം പോലെ ആയിരുന്നില്ല. അനവധി നാട്ടുരാജ്യങ്ങളിലും അന്നും ഈ രാജ്യം വിട്ടുപോകാത്ത പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും പല പ്രദേശങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 രാജ്യമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അനവധി നാട്ടുരാജ്യങ്ങളാണ്. അതായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയത്. ചിലതൊക്കെ നമ്മൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തു. ചിലതിനെ നമ്മൾ പിടിച്ച് അവിടുത്തെ ജനങ്ങൾ സംഘടിച്ച് പിടിച്ചു കൊടുത്തു. ഇനി അത്തരത്തിലേക്ക് ഒരു കാര്യം ചരിത്രത്തിലേക്കാണ് പോകുന്നത്. ഈ ഗോവയില് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വലിയ സമരം രൂപപ്പെടുകയും അത് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സമരമായി മാറുകയും ചെയ്തു. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് അവിടെ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഗോവയുടെ തന്നെ ഭാഗമായിട്ട് വരുന്ന ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഗുജറാത്തുമായി ചേർന്ന് കിടക്കുകയും മഹാരാഷ്ട്രയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇതിനടുത്തുള്ള സ്ഥലമാണ് സിൽവാസ. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആളാണ് സിൽവാസ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ യാത്ര ചെയ്ത് നമുക്ക് ദാദ്ര നഗർ ഹവേലി ചെല്ലാം. ഈ സിൽവാസയും ദാദ്ര നഗർ ഹവേലിയും കേന്ദ്രഭരണ പ്രദേശമാണ്. ഈ സിൽവാസയിലെ MP ആണ് മോഹൻ ഡർക്കർ മുമ്പ് മഹാരാഷ്ട്രയിൽ ഒരു ഹോട്ടലിൽ മരിച്ചിരുന്നു. വലിയ വിവാദമായി BJP-ക്കാർ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ അറിയില്ല, അത് ഇതുകൊണ്ട് ബന്ധമില്ല, എങ്കിൽ പോട്ടെ. അപ്പോ അങ്ങനെ 1930 ആയപ്പോഴേക്കും ദാദ്ര നഗർ ഹവേലി മോചിപ്പിക്കണം. അവിടെ അനവധി സംഘടനകൾ ഇതിനെ മോചിപ്പിക്കണം, സ്വതന്ത്രമാകണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോർച്ചുഗീസുകാർ അവര് അവിടെ വിട്ടുപോയില്ല എന്നുള്ള. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമായിരുന്നില്ല. മുസ്ലിം ഭരണാധികാരികളിൽ നിന്നും, പോർച്ചുഗീസുകാരിൽ നിന്നും, ഫ്രഞ്ചുകാരിൽ നിന്നും, ബ്രിട്ടീഷുകാരിൽ നിന്നും ഒക്കെയാണ്, പിന്നെ ഓരോ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഒക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. അല്ലാതെ ബ്രിട്ടീഷുകാർ പോയത് കൊണ്ട് ഇന്ത്യ ഇപ്പൊ കാണുന്ന മാപ്പെടുത്ത് കൈ തന്നിട്ട് ഇത് നിങ്ങൾക്കുള്ളതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് തന്നിട്ട് പോകുമെന്നും അല്ലായിരുന്നു അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഉം. എത്രയോ വർഷക്കാലം 1954-58 കാലം വരെ ഇവിടെ പലരും ഭരിച്ചിരുന്നു പല പ്രദേശങ്ങളും. അങ്ങനെ ഈ ദാദ്ര നഗർ ഹവേലിയിൽ പോർച്ചുഗീസുകാരുടെ വലിയ ഭരണം, കിരാതമായ ഭരണം. ഈ ദാദ്ര നഗർ ഹവേലി മോചിപ്പിക്കണമെന്ന് RSS തീരുമാനിക്കുന്നു. എന്ന് തീരുമാനിക്കുന്നു? 1930 തീരുമാനിക്കുന്നു. സംഘടന രൂപീകരിച്ചതെന്നാണ് 1925. 25 രൂപീകരിച്ച ഒരു സംഘടന കേവലം 5 വർഷം കൊണ്ടാണ് ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമുക്ക് അന്ന് ഈ RSS ഇന്ന് കാണുന്ന പകിട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയമാണ്. അങ്ങനെ ദാദ്ര നഗർ ഹവേലി മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് RSS 2 പ്രചാരകന്മാരെ നിയമിക്കുന്നു. അതിൽ ഒരാളുടെ പേരാണ് രാജ ബഗേങ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മറ്റൊന്ന് നാന കജ്രേക്കർ എന്ന് പറയുന്നു. ഇവരുടെ പേരും നമ്മൾ ഇനി ഏതെങ്കിലും സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ഇവരുടെ പേരും കൂടി ആ സ്ഥാപനത്തിന് നൽകണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളികളായിരുന്നു. ഒരാളുടെ പേര് നാന കജ്രേക്കർ, മറ്റാള് രാജാ ബങ്കേക്കർ. ഈ 2 പേര്, ഈ 2 പ്രചാരകന്മാർ 1930 ദാദ്ര നഗർ ഹവേലിയിൽ എത്തുന്നു. അവരുടെ ലക്ഷ്യം സായുധ വിപ്ലവമായിരുന്നു. അതായത് അവർക്ക് മനസ്സിലായി സാധാരണ സമരം കൊണ്ട് പോർച്ചുഗീസുകാർ പോകില്ല, ഇവരെ അടിച്ചോടിക്കണം എന്ന് തന്നെ തോന്നി. അങ്ങനെ അവരവിടെ നിരന്തരം പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് അവരൊരു സ്ക്വാഡിനെ ഉണ്ടാക്കുന്നു. RSSന്റെ ഒരു സ്ക്വാഡ്. അതായത് ഇവരെ ആക്രമിക്കുക എന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കും. ഈ സ്ക്വാഡിന് പിന്തുണയുമായിട്ട് ഗോവ, അതായത് അവിടുത്തെ യുണൈറ്റഡ് ഫ്രണ്ട് ഓഫ് ഗോവ എന്ന് പറഞ്ഞ് ഗോവയിലെ വിമോചനത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. അവർ ഈ ദാദ്ര നഗർ, കാരണം അവരുടെ ആളുകൾ തന്നെയാണ് ഈ ദാദ്ര നഗർ ഹവേലിയിലുള്ള. ദാദ്ര നഗർ ഹവേലിയിൽ പോയിട്ടുള്ള പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, ഗോവയുടെ ഒരു പരിച്ഛേദമാണ്. ഗോവയിലെ പോലെ അത്ര വലിയ ബീച്ചാണ് എങ്കിൽ പോലും അത്ര വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും അതിന് ഒരു പരിച്ഛേദമായിട്ട് തന്നെയാണ്. അപ്പോ അവിടത്തേക്ക് അവരൊക്കെ പിന്തുണ നൽകുന്നു. ലോഹ്യ പിന്തുണയ്ക്കുന്നു ഈ ആശയത്തെ. ജയപ്രകാശ് നാരായണൻ പിന്തുണയ്ക്കുന്നു. അങ്ങനെ 1954 ആയപ്പോഴേക്കും ഇവര് ആക്രമിക്കാനുള്ള ഒരു സംഘത്തെ തയ്യാറാക്കി. അതില് മഹാരാഷ്ട്രയിൽ നിന്നെത്തിയത് 1500 സ്വയം സേവകരായിരുന്നു. ഗുജറാത്തിൽ നിന്നും മറ്റുമൊക്കെ എത്തിയ സ്വയം സേവകർ. അങ്ങനെ ടോട്ടൽ 5000 സ്വയം സേവകർ ഈ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. അങ്ങനെ വിവിധ ഗ്രൂപ്പുകളാക്കി ഇതിനെ തിരിക്കുന്നു. അങ്ങനെ 1954 ജൂലൈ 22 ദാദ്ര നഗർ ഹവേലിയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് RSS ആക്രമിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് ഓഫീസർമാരടക്കം കീഴടങ്ങി.
പക്ഷെ അവർ കീഴടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ RSS ദേശീയ പതാക ഉയർത്തുകയും ആ പ്രദേശം സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ആ പ്രദേശം ഉം, മാത്രമാണ്. ആ പ്രദേശം ചെറിയ പ്രദേശമല്ല. ഈ ദാദ്ര ഹവേലി എന്ന ഈ പോർച്ചുഗീസുകാർ ഭരിച്ചുകൊണ്ടിരുന്നത് 72 ഗ്രാമങ്ങളടങ്ങി 491 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ പക്ഷെ ഉം, ഇവര് അവിടെ ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ ഇവർ അവിടുന്ന് പതുക്കെ പിൻവാങ്ങി. ആര്? ഈ ബ്രിട്ടീഷുകാര്, പോർച്ചുഗീസുകാര് അവിടുന്ന് ഉം, പിന്മാറിക്കൊണ്ട് അവരതിന് തൊട്ടടുത്ത നേരത്തെ നമ്മൾ പറഞ്ഞ സിൽവാസ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. കാരണം സായുധ കലാപം അത്ര ശക്തമായിരുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് RSSന്റെ ആക്രമണം ഉണ്ടായത്. ആ പോലീസ് സ്റ്റേഷൻ അവർ പിടിച്ചെടുക്കുകയും ആയുധങ്ങളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. അതിൽ ചില സ്വയം സേവകർ കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം അതിന്റെ ഈ പോർച്ചുഗീസുകാർ ദാദ്രനഗറിൽ ഭരണം നടത്തിയത് പോർച്ചുഗീസുകാരുടെ ഒരു ക്യാപ്റ്റൻ, അദ്ദേഹത്തിന്റെ പേര് വിർജിലിയോ ഫിഡാൽഗോ എന്നാണ്. ഈ ഫിഡാൽഗോ എന്ന് ഉം, പറയുന്ന ക്യാപ്റ്റൻ സിൽവാസയിലേക്ക് മാറിക്കൊണ്ട് വീണ്ടും ദാദ്രനഗർ ഹവേലി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. വീണ്ടും സായുധ കലാപത്തിന് തീരുമാനിക്കും. പിന്നീട് RSS തീരുമാനിച്ചത് ഈ പറയുന്ന ഈ ഫിഡാൽഗോ എന്ന് പറയുന്ന ക്യാപ്റ്റനെ വധിക്കുക. അയാളാണല്ലോ ഉം, ഇതിന്റെയൊക്കെ മുഴുവൻ കാരണം. അയാൾ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അയാൾ സിൽവാസയിൽ ഇരുന്നുകൊണ്ട് ദാദ്രനഗർ ഹവേലിയിൽ വീണ്ടും അറ്റാക്ക് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നു. വീണ്ടും അദ്ദേഹത്തിന് നേരെ അറ്റാക്ക് ചെയ്യുന്നു, അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അദ്ദേഹത്തെ ആക്രമിച്ചതിന് ശേഷം 1952 ആയപ്പോഴേക്ക് 1954 ഓഗസ്റ്റ് 11-നാണ് ഈ ദാദ്രനഗർ ഹവേലി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. അപ്പോഴേക്കും ഈ പറയുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഫിഡൽ ഡാൽഗോ കീഴടങ്ങുകയാണ്. അങ്ങനെയാണ് പോർച്ചുഗീസുകാർ അവിടെ പോകുന്നു, ആ സ്ഥലം സ്വതന്ത്രമാകുന്നത്. ഈ കഥ എത്ര സേവർക്ക് അറിയാൻ പറ്റും, എത്ര RSSന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റും? ഇതൊരു ചരിത്രപരമായ ഏടെന്നല്ല, വിപ്ലവകരമായ RSSൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു വലിയ ഏട് തന്നെയാണ്. ഇതിൽ രക്തസാക്ഷികളായ സ്വയംസേവകരില്ലേ? ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടല്ലേ അവർ പോരാടിയത്? ഈ പറയുന്ന നാനാ കജ്രേക്കർ ആയാലും രാജാ വാങ്കിറെ ആയാലും അവരുടെയൊക്കെ പേര് എവിടെങ്കിലും പഠിച്ചിട്ടുണ്ടോ നമ്മൾ? ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇട്ട് കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് RSSകാർ പോലും എത്ര പേര് ഈ പേര് ഉച്ചരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് നിർണായകമായ ആ ഒരു വർഷത്തിലേക്ക് തന്നെ പോകാം. 1930. ഇവിടെയാണല്ലോ ഈ നമ്മുടെ ഹെഡ്ഗേവാറിനെ കുറിച്ച് ഇപ്പൊ വിവാദം ഉണ്ടായി. അയാൾ ആരാണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ ബാലഗംഗാധര തിലകനായിരുന്നു പുള്ളിയുടെ റോൾ മോഡൽ. അപ്പൊ ബാലഗംഗാധര തിലകന്റെ ആശയത്തിൽ ആകർഷണമായിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ വന്നതാണ്. അങ്ങനെ അദ്ദേഹം 1921 ഈ സ്വാതന്ത്ര്യ സമരവുമായി പങ്കെടുത്തുകൊണ്ട്, നിസ്സഹകരണ സമരവുമായി പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ജയിലിൽ പോകുന്നു. 1922 ആയപ്പോഴേക്കും അദ്ദേഹം പുറത്തിറങ്ങുന്നു. അപ്പോഴേക്കും ഈ ഗാന്ധിജി ചെയ്ത പണി നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ, ഗാന്ധിജി ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. അത് ശരിക്കും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് അതിന് ബന്ധമില്ല, പിന്നീട് അതിന് ബന്ധപ്പെടുത്തി അങ്ങ് പറയുന്നതാണ്. തുർക്കിയിലെ ഈ പറയുന്ന ഖലീഫയെ പുറത്താക്കി. അപ്പൊ തുർക്കി ആയിരുന്നു ഈ ലോക ഇസ്ലാമിക രാജ്യങ്ങളുടെ തലവൻ. അവിടുത്തെ ഖലീഫയുടെ നിയമങ്ങളായിരുന്നല്ലോ. ഖലീഫയുടെ നിയമം വരണം, അപ്പൊ ഖലീഫ തന്നെ പുറത്തായി. ഈ ഒരു സാഹചര്യത്തിലാണ് അവരും കൂടി ഈ നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം നേടി തരാൻ വേണ്ടിയിട്ടല്ല, ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ വരുന്നു. അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്തു? തന്റെ നിസ്സഹകരണ സമരവും ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചു, ലയിപ്പിച്ചു. ഇത് നമുക്ക് ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പോ ഈ പറയുന്ന നമ്മൾ ഈ 1921ലേക്കും ഈ കേരളത്തിനകത്ത് വംശഹത്യയിലേക്കൊന്നും പോകുന്നില്ല, അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാനുണ്ടായി. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ഒന്നിച്ചപ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാർ പറഞ്ഞു, എനിക്കിത് യോജിച്ചു പോകാൻ കഴിയില്ല, കാരണം രണ്ടും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിന്ന് 1925-ലാണ് RSS എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. അതിനുശേഷം 1930 ആയപ്പോഴേക്കും അദ്ദേഹം സ്വയംസേവകരോട് പറഞ്ഞു, നിസ്സഹകരണ പ്രസ്ഥാനം അതുമായിട്ട് RSS എന്ന് പറയുന്ന സംഘടന സഹകരിക്കില്ല. അതിന് കാരണം നമ്മൾ സ്വാതന്ത്ര്യ സമര സേന ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന അല്ലാത്തതുകൊണ്ട്. പിന്നെ സ്വയം സേവകർക്ക് ആ സമരത്തിൽ പങ്കെടുക്കാം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാം എന്ന് സ്വയം സേവകരോട് പറയുക മാത്രമല്ല, അദ്ദേഹം മാതൃകയായിക്കൊണ്ട് ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. വീണ്ടും അദ്ദേഹം ജയിലിൽ പോയി. 1930 വീണ്ടും അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചു. അതായത് ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ഈ സമരം മുമ്പോട്ടുണ്ട്. അപ്പൊ അദ്ദേഹം സ്വയം സേവകർക്ക് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, നമ്മളൊരു ബാനർ ഉയർത്തുന്നില്ല, പകരം സ്വയം സേവകർക്ക് പങ്കെടുക്കാം, സ്വാതന്ത്ര്യ സമര ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 1930 ഡോക്ടർ ഹെഡ്ഗേവാർ ജയിലിൽ പോകും. ആ സമയത്ത് അദ്ദേഹം സർസംഘചാലക് പദവി റിസൈൻ ചെയ്യുകയാണ്, രാജിവെക്കുകയാണ്. കാരണം ജയിലിൽ കിടന്നുകൊണ്ട് സർസംഘചാലക പദവി ഉചിതമല്ല എന്ന് കണ്ട് അദ്ദേഹം പോവുകയും പിന്നീട് ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം ഈ സർസംഘചാലകന്റെ പദവി ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ 1934 വാർധയിൽ RSS ക്യാമ്പ് നടക്കുമ്പോൾ
അവിടെ ഗാന്ധിജി എത്തിയിട്ടുണ്ട് ആ ക്യാമ്പിൽ. അതിനെക്കുറിച്ച് അത് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട സ്വയം സേവകർക്ക് അറിയാവുന്ന കാര്യമാണ്. ഗാന്ധിജി അവിടെ എത്തുമ്പോൾ ഈ അടുക്കും ചിട്ടയോടും കൂടിയിരിക്കുന്ന സ്വയം സേവരെയാണ് കാണുന്നത്. കൂടുതലും കുട്ടികളാണ്. അപ്പോ ഈ ഗാന്ധിജി അവിടെ വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ജാതി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ജാതിയില്ല, ഞങ്ങൾ ഒറ്റ ജാതിയുള്ളൂ, ഞങ്ങളെല്ലാം ഇന്ത്യക്കാരാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോ എല്ലാവരും ഇത് തന്നെ പറഞ്ഞപ്പോ ഗാന്ധിജിക്ക് ഭയങ്കര സന്തോഷമായി. ഗാന്ധിജി അന്ന് ഹെഡ്ഗേവാറിനോട് പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സുപോലെ തന്നെ നിങ്ങൾ ഒരു സംഘടനയെ വാർത്തെടുത്തിരിക്കുന്നു, ജാതിയും മതവും ഉം. ഒന്നും ഇല്ലാത്ത ഒരു സംഘടന. ഇതൊരു അനിവാര്യമാണ്, ഇത് എല്ലായിടത്തും വളരണമെന്ന് ഗാന്ധിജി പറഞ്ഞു പോയ ഒരു സംഘടനയാണ് ഇത്. ഞാന് അദ്ദേഹം അവിടെ പങ്കെടുക്കാനുള്ള ഞാൻ ഈ പറയും. സ്റ്റോറി ആദ്യമായിട്ട് കേൾക്കുക. പക്ഷെ ഇതിനു മുമ്പ് ഈ RSS എന്ന് പറഞ്ഞ ഒരു സംഘടന തുടങ്ങണം എന്ന് പറഞ്ഞ് ഗാന്ധിജിയെ ഇവർ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേറൊരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിയെ ഇവർ സമീപിച്ചപ്പോ ഗാന്ധിജി പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ഹിന്ദുത്വ ആശയം വെച്ചിട്ട് നിങ്ങൾക്കൊരു സംഘടന തുടങ്ങാനായിട്ട് സാധിക്കില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ട്. കാരണം ഈ ഹിന്ദു ആശയം എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ജാതി, ഒരുപാട് അതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം ഉള്ളതാണല്ലോ. അപ്പൊ ഗാന്ധിജി പറഞ്ഞ ഒരു ഇതുണ്ട് ഈ പുള്ളിക്കാരനോട്, ഈ ഹിന്ദുക്കളെ വെച്ചിട്ട് ഇതുപോലൊരു സംഘടന തുടങ്ങുന്നത് വളരെ ഇതായിട്ടാ പറഞ്ഞെന്നാ പറയുന്നത്, വളരെ പുച്ഛത്തോടെയാ പറഞ്ഞെന്നാ പറയുന്നത്. ഈ ഹിന്ദുക്കളെ വെച്ചൊരു സംഘടന തുടങ്ങുന്നതിനെക്കാട്ടിലും നിങ്ങൾ നല്ലത് 2-3 തവളയെ എടുത്ത് ഒരു ത്രാസിൽ വെച്ച് തൂക്കി നോക്കുന്നതാണ്. കാരണം തവളയെ ത്രാസിൽ വെച്ച് തൂക്കാൻ പറ്റില്ലല്ലോ, തവള ചാടിപ്പോവും. അപ്പൊ അങ്ങനെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഈ സംഭവം കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം അല്ല, അതിന് കാര്യമുണ്ട് ധനുഷ്. ആ കാലഘട്ടം ജാതീയപരമായ ഉച്ചനീചത്വമുള്ള കാലഘട്ടമാണ്. സവർണൻ, ഉം. അവർണൻ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം. അന്ന് ആ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. അതിന് ഗാന്ധിജി, സാക്ഷാൽ ഗാന്ധിജി തന്നെ വന്നാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. വാർധയില് ഈ RSS ക്യാമ്പിൽ അദ്ദേഹം പങ്കെടുത്തിട്ട് അദ്ദേഹം ഉം. ചെയ്ത പണിയാണ് അവിടുത്തെ ഓരോ സ്വയം സേവനെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ ജാതി എന്താണ്? അപ്പൊ ആർക്കും ജാതിയില്ല, ഞങ്ങളെല്ലാം ഈ രാജ്യത്ത് ഇന്ത്യക്കാരനാണ് എന്നാണ് അവിടെ പറഞ്ഞത്. ഇത് തന്നെയാണ് ഈ സംഘടന വേണം, നിങ്ങളുടെ മനസ്സുപോലെ തന്നെ. അതായത് ഡോക്ടർ ജി അഭിനന്ദിക്കുകയായിരുന്നു ചെയ്തത്. നിങ്ങളുടെ മനസ്സുപോലെ തന്നെ ഒരു സംഘടന നിങ്ങൾ വാർത്തെടുക്കാൻ കഴിഞ്ഞു. അതാണ് ആ സംഘടന, അതാണ് ഡോക്ടർ ഹെഡ്ഗേവർ. അപ്പൊ അദ്ദേഹത്തിന് അപ്പം ഈ ഗാന്ധിജി ഹെഡ്ഗേവർ തമ്മിൽ ഉടക്കായിരുന്നെങ്കിലോ, ഇല്ലെങ്കിൽ അദ്ദേഹം ഇതിലൊന്നും പങ്കെടുത്തിരുന്നില്ലെങ്കിലോ ഗാന്ധിജി അവിടെ വരുമോ? അദ്ദേഹം ഒരു തിരക്കുള്ള മനുഷ്യനല്ലേ. 1934 എന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള സമയമായിരിക്കുമല്ലോ ഗാന്ധിജി. അപ്പൊ ഇങ്ങനെ അതെ, അതെ, RSS അതെ. ഒരു ക്യാമ്പിൽ പങ്കെടുക്കേണ്ട ഒരു കാര്യവും ഗാന്ധിജിക്കില്ല. അന്ന് അസംഖ്യം സംഘടനകളാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്നത്. ആ സംഘടനയുടെ ഒന്നും പരിപാടികൾക്കൊന്നും അദ്ദേഹം പോയിരുന്നില്ലല്ലോ. അപ്പൊ വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ്. അത് മാത്രമല്ല, സ്വയം സേവകർക്ക് കൃത്യമായി തന്നെ ഡോക്ടർ നിർദ്ദേശം കൊടുത്തിരുന്നു, സഹകരണ സമരവുമായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം. RSS എന്ന് പറയുന്ന ഒരു ബാനർ അതിലുണ്ടായില്ല, RSS എന്ന് പറയുന്ന സംഘടന അതിൽ നേരിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പങ്കെടുക്കാമെന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം അതിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു 1930. അപ്പം ഉം. ഇതാണ് ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര്. ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നേടിത്തന്ന ആരാന്ന് വെച്ചാൽ ഒന്നുകിൽ നെഹ്റു അല്ലെങ്കിൽ ഗാന്ധിജി, ഗാന്ധിജി നെഹ്റു മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ 666 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം വരുമോ? ഈ കാണുന്ന ഭൂപടം ഉണ്ടാക്കും ഇല്ലേ? അതെ, അതെ. എത്രയോ പേര് അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ട്, എത്രയോ പേര് അതിനുവേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും എത്രയോ പേര് ഈ പറയുന്ന സർസീപ്പിയുടെ മൂക്ക് വെട്ടിയ മണിയയ്യരുടെ അവസ്ഥ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ കുടുംബവും ഇവിടെയാണ്, ഈ അമ്പലപ്പുഴയാണ്. RSP കാരനായിരുന്നു. RSP കാർ കുറച്ചുകൂടെ ആഘോഷിക്കുകയൊക്കെ ചെയ്തു, ഇപ്പൊ അതും കാണുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിൽ RSS പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ RSS പങ്കെടുത്തിട്ടുണ്ട്. വെറുതെ പങ്കെടുക്കുകയല്ലായിരുന്നു അവര്. അക്രമ സമരം, കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിവിധ സംഘങ്ങൾക്ക് വിവിധ സമര മാർഗമായിരുന്നു. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള സായുധ വിപ്ലവത്തിനാണ് അവർ മുൻതൂക്കം കൊടുത്തിരുന്നത്. നമ്മളുടെ ഈ പറയുന്ന RSSും സായുധ വിപ്ലവത്തിനാണ് അവർ മുൻതൂക്കം കൊടുത്തിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സായുധ വിപ്ലവത്തിനാണ് മുൻതൂക്കം കൊടുത്തിരുന്നത്. അപ്പം അതും സായുധ വിപ്ലവം കൂടെ കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത്. അതല്ലാതെ പട്ടിണി കിടന്ന് നേടിത്തന്ന സ്വാതന്ത്ര്യമല്ല. പട്ടിണി കിടന്നാൽ ഒരാളും പോവില്ല. പകരം അവർക്ക് പല ഭാഗത്തും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ സംഘടിച്ചു തുടങ്ങുകയും അവരെ ചെറുത്തു നിൽക്കുകയും ചെയ്തപ്പോഴാണ് അവർക്ക് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നത്. അതായത് അവര് മുൻപ് ഉം. അവരുടെ ഈ ഭടന്മാരായിട്ടും അല്ലെങ്കിൽ അവരുടെ ജവാന്മാരായിട്ടും ഒക്കെ വെച്ചിരുന്നത് നമ്മുടെ നാട്ടുകാരെ തന്നെ ആയിരുന്നു. അവരൊക്കെ ആയിരുന്നു ഈ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരുന്ന സംഘടനകൾ അവിടെ വർക്ക് ചെയ്യുന്നു, ഇവിടെ വർക്ക് ചെയ്യുന്നു. പിന്നീട് ഇൻഫർമേഷൻ കൊടുക്കുന്നവരെ നാട്ടുകാർ തന്നെ കൊല്ലുന്ന സ്ഥിതി വന്നപ്പോഴത്തേന് അവരിൽ പലരും ഭയന്നുകൊണ്ട് ഈ പണിക്ക് പോകാതായി. പലരും ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പലരും പല രീതിയിൽ, അത് പല പല കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് ഈ ഇന്ത്യക്ക് വേണ്ടിയിട്ടാരും സ്വാതന്ത്ര്യ സമരം എന്നല്ല, ഒരു ഏകീകൃത സ്വഭാവം ഇല്ലായിരുന്നു എന്നുള്ള സത്യമാണ്. പഴശ്ശിരാജ അടക്കമുള്ളവരൊക്കെ ആ ഒരു പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ ദാദ്ര നഗർ ഹവേലി ആ ഒരു പ്രദേശത്തിന് വേണ്ടി തന്നെയാണ് പോരാടിയത്. പിന്നീട് ഇതെല്ലാം കൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയായിരുന്നു. അവിടെ ഈ 1956 ക്ഷമിക്കണം, അതിനകത്ത് ചെറിയ തിരുത്തുണ്ട്. 1954
ഓഗസ്റ്റ് 11 ദാദ്ര നഗർ ഹവേലി സ്വതന്ത്രമായതിനു ശേഷം അവിടെ ഒരു പ്രധാനമന്ത്രിയെ നിശ്ചയിച്ചു. എന്തിനാണ് പ്രധാനമന്ത്രി നിശ്ചയിച്ചതെന്നറിയാം? ഈ പ്രധാനമന്ത്രിയാണ് ഞാൻ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു കത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു താൽക്കാലിക 1 ദിവസം മാത്രം പ്രായമുള്ള പ്രധാനമന്ത്രിയാണ് അവിടെ നിയമിച്ചത്. അതും ഈ സമരത്തിന് മുൻനിരയിൽ നിന്നൊരു വ്യക്തി, അത് RSS കാരനല്ല കേട്ടോ, അതുകൂടെ പറയാം. അദ്ദേഹത്തെയാണ് ആ മുൻനിരയിൽ നിർത്തിയത് 1 ദിവസം മാത്രം. അദ്ദേഹം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഒരാൾ വേണമല്ലോ, ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന് പറയാം, അതിനുവേണ്ടി വെച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രത്തിൽ തന്നെ RSS പങ്കെടുത്തു. കാരണം ഒരു കാര്യം കൂടി ആലോചിക്കുന്നു, 1925 രൂപീകൃതമായിട്ട് കേവലം 5 വയസ്സുള്ള ഒരു സംഘടന ഒരു 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 യുവാവ് പോലും ആയിട്ടില്ല, കേവലം 5 വയസ്സുള്ള ഒരു കുട്ടിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ സംഘടനയാണ് ആ അതിഹാസികപരമായ ഒരു സമരം നടത്തിയതും ദാദ്ര നഗർ ഹവേലി പോലൊരു പ്രദേശം സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി മരണം ഭരിച്ചതുമൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഹെഡ്ഗേവാറിന്റെ പേര് മാത്രമല്ല, അനവധി സ്വയം സേവകരുണ്ട്, അവരുടെയൊക്കെ പേരിടണമെന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോ ഈ പാലക്കാട് മാത്രം, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളുടെ പേരുകൾ കൊണ്ടുവരികയും അത് ചർച്ചയാക്കുകയും ഒക്കെ വേണം. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹെഡ്ഗേവാറിന്റെ പേരുമായി കേരളത്തിൽ ഇപ്പോൾ ഒരു വിവാദം ഉയർന്നു വന്നതുകൊണ്ടാണ്. എനിക്ക് ഇവിടുത്തെ BJP-കാരോട് പറയാനുള്ളത്, നിങ്ങള് ഇതുപോലെയുള്ള ഈ നാനാ കജ്രേക്കറെ പോലെയുള്ള, ഇല്ലെങ്കിൽ രാജാ വാങ്കേക്കറെ പോലെയുള്ള ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി മരിച്ച പ്രചാരകന്മാരുടെ പേര് കൊടുക്കുക തന്നെ വേണം. ജനം അറിയണം ഇത് ആരൊക്കെയാണോ. ഇല്ലെങ്കിൽ ഗാന്ധി നെഹ്റുവും വാങ്ങി തന്നതാണ് ധാരണയിലായിരിക്കും ജനം മുൻപോട്ട് പോകുന്നത്. അവര് നേതൃത്വം കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവര് മാത്രമായിരുന്നില്ല, അസംഖ്യം പേര് പോരാടിയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് പോരാടിയിരുന്നു. അതുകൊണ്ട് ധീരമായി നിങ്ങൾ മുൻപോട്ട് പോവുക. ഇനിയും ധാരാളം സ്വയംസേവകരുടെ പേരുകൾ നിങ്ങൾ പദ്ധതികൾ കൊടുക്കുക. കാരണം അവരെല്ലാം ക്വാളിഫൈഡ് ആണ്, ആ പേരിന് അർഹരാണ്, 100% അർഹരാണ്. ഈ ഡോക്ടർ ഹെഡ്ഗേവാർ, അതുപോലെ തന്നെ അനവധി പേര്. ഇനിയും ചരിത്രം വേണമെങ്കിൽ ഇതിപ്പോ സമയം നീണ്ടുപോകും എന്നുള്ളതുകൊണ്ടാണ്, ഇല്ല 2-3 മണിക്കൂർ നമുക്ക് എപ്പിസോഡ് എടുക്കാൻ മാത്രമുള്ള ചരിത്രമാണ്. അത് വരുന്ന വഴിക്ക് നമുക്ക് പതുക്കെ പറയാം. എന്തായാലും ഈ ചരിത്രം തൽക്കാലം അറിഞ്ഞിരിക്കുക, ബാക്കി ചരിത്രം നമുക്ക് മുൻപോട്ട് പോകാം. താങ്ക് യു ബിജു ചേട്ടാ.